അയ്യോ അയ്യോ എന്റെ കൊച്ചേട്ടാ, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോകുന്ന അറിഞ്ഞില്ലല്ലോ. ഇന്നലെ കൂടി എന്നെ വിളിച്ചാന്നേ, മോളെ രമണി കഞ്ഞിയും കൊണ്ട് വരണേന്നും പറഞ്ഞ് എന്നെ വിളിച്ചാന്നേ. രണ്ടു ദിവസമായിട്ട് ഐസിയിലുള്ള കൊച്ചേട്ടൻ വിളിച്ചു. അല്ല, കൊച്ചേട്ടനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് എനിക്ക് തോന്നിയതാന്നേ. എന്റെ പൊന്നു കൊച്ചേട്ടാ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പോകുന്നു ഞാൻ അറിഞ്ഞില്ലേ. അയച്ചോട്ടെ. എന്തേ സാധനം മേടിച്ചാണ് ബാക്കിൽ സെറ്റ് ചെയ്തു. ഒരു ബാനറൊക്കെ അടിക്കണ്ടേ? ബാനറ് നല്ലൊരു പോസ്റ്റർ അടിക്കണം. വേണം, പൈസ ഒന്നും നോക്കണ്ട മോനെ. നീ പോയിട്ട് നല്ലോണം സെറ്റാക്ക്. ഫ്രണ്ടിൽ തന്നെ വെക്കണം കേട്ടാ. ഈ 20 സെന്റ് എന്റെ പേർക്ക് എഴുതി തരാതെ കൊച്ചേട്ടൻ വാക്ക് പറഞ്ഞിരുന്നേ. ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്റെ കൊച്ചേട്ടോ. രമണിയായി അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി, ഈ വീട് എന്റെ പേരിലേക്ക് തരാന്ന് കൊച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും ബാബുവേ? ഈ 20 സെന്റ് എനിക്കാവുമ്പോ അതിൽ കിടക്കുന്ന വീടും എന്റെ പേർക്കല്ലയോ? പിന്നെ അയ്യോ എന്റെ പൊന്നു കൊച്ചേട്ടാ, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയല്ലോ. ഞാനിത് എങ്ങനെ സഹിക്കോ? പുതിയ കട തുടങ്ങാൻ 5 ലക്ഷം രൂപ കൊടുത്തപ്പോ കോയമ്പത്തൂർ ഒരുമിച്ച് സാധനം മേടിക്കാൻ പോവാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇതേ ഇപ്പൊ ഒറ്റക്ക് പോയേക്കണ്. ഇവിടെ കോയമ്പത്തൂരോ? മേലോട്ട്. ഇന്നലെ അവരെ നാരായണന്റെ കടയിൽ ചായ അടിച്ചുകൊണ്ടിരുന്ന ഞാൻ നാളെ മുതൽ എല്ലാം നോക്കി നടക്കണല്ലോ. വാസുവേ, ആ ഹോട്ടലിന്റെ ആരും കൊടുത്തിട്ട് നീ വിഷമിക്കണ്ട. അവിടെ ഞാൻ കുടുംബശ്രീ ഹോട്ടൽ നടത്താന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അല്ല വെള്ളുമ്പിള്ളേ, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ട് മതിയാവുന്നില്ലേ? ഇതെങ്കിലും ബാക്കി വെക്കുവാ. അയ്യോ എന്റെ കൊച്ചേട്ടാ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലയോ? ഇനി എന്താ താമസം? ചടങ്ങുകളിലേക്ക് കടന്നൂടെ? അതന്നെ ഇപ്പം ഭാസ്കരനൊക്കെ വന്ന നമുക്ക് എടുക്കാനാണോ? കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത ആളല്ലേ, പിന്നെന്തിനാ വെച്ച് നീട്ടുന്നത്? അത് തന്നെ ശരിയാ. സന്ധ്യക്ക് മുന്നേ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിഞ്ഞു പോവുകയും ചെയ്യാലോ. ഇങ്ങനൊരു അവസാനമില്ല, ഒന്ന് നിർത്ത്. നീ ഒന്ന് നിർത്തുമോളെ. അയ്യോ അയ്യോ എന്റെ നാടുവേട്ടാ. അതോട് കാണിച്ചു കൊടുക്കും മോനെ. എന്റെ നാടുവേട്ടാ. കല്യാണം കഴിച്ചതായിരുന്നോ? കല്യാണോ? ആ എന്റെ ഭർത്താവല്ലേ കിടക്കണത്. നാളെ മൂകാംബിക വരാതെ പറഞ്ഞതാണേ. പോയേ നമ്മുടെ അച്ഛൻ പോയടാ. അയ്യോ എന്റെ 20 സെന്റ് സ്ഥലവും എന്റെ കുടുംബശ്രീ ഹോട്ടലും എല്ലാം പോയി. അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ പൊന്നെ. നീ ഏതാണ് പെണ്ണുമ്പോൾ ഇവിടെ വന്നിരുന്ന് ചെലക്കാരിക്കുന്നല്ലേ? ഞാൻ രാവിലെ തൊട്ട് വിട്ടിരുന്ന് കരഞ്ഞിരുന്നു, എന്റെ കണ്ണിലെല്ലാം വേസ്റ്റ് ആയി. അയ്യോ കോയമ്പത്തൂര് പോവാന്നും പറഞ്ഞോണ്ട് നിങ്ങൾ ഈ മൂന്നേഴ് അടുത്താണോ പോയിക്കൊണ്ടിരുന്നത്? കുടുംബശ്രീക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ലോണെങ്കിലും എടുക്കാറുണ്ട്. എനിക്ക് വയ്യ, ഞാൻ പോന്ന് പുല്ല് ഇറങ്ങി പോടി. ഏതായാലും ഇതുവരെ ആയില്ലേ, അടക്ക കയറ്റി പോവാ. ജോണേ, ഒരു പ്രശ്നമല്ലോ. എന്ത് പ്രശ്നം? നാരായണൻ ആദായം വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ലോണോ?
ഇതുവരെയും ഒറ്റ പേയ്മെന്റ് പോലും അടച്ചിട്ടില്ല. പലതവണ നോട്ടീസ് അയച്ചതാ. ജപ്തി നടപടികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാ പോവാം. ഏട്ടോ കള്ളം നായരെ, താൻ എന്താണ് എന്നെ പറഞ്ഞത്? എന്ത് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നത്? സ്വത്തിന്റെ ഭാഗം തരാം. അതനുസരിച്ചുള്ള ഈ ചെക്കിനെ വിട്ടിട്ട് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തത്. ഇല്ലാത്ത കാശ് കൊടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ തനി സ്വരൂപം കാണും. വേഗം കാശ്, വേഗം കാശ്. എന്റെ ടാക്സി കാശ് കിട്ടാണ്ട് ഈ നേരെ ഒന്നും പോവില്ല. എടുക്കള കാശ്. മോനെ നീ ആ ബാനർ എടുക്കാനുള്ള പൈസ കൊടുത്തായിരുന്നോ? തൽക്കാലം നീ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും.